വളരെ മനോഹരമായ ഒരു ടൈറ്റിലാണ് ഫാമിലി സർക്കസ്. കറക്റ്റാണ്, നേരത്തെ സർ പറഞ്ഞ പോലെ ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സർക്കസ്. ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാമും ഫാമിലി സർക്കസ് തന്നെയായിരുന്നു അല്ലേ. അതിലൊപ്പം മുളകൊന്നും പേര് വന്നൊന്നും മാത്രമേ ഉള്ളൂ. കറക്റ്റ് അതൊരു ഫാമിലി സർക്കസ് തന്നെയാണ്, മൊത്തം സർക്കസാണ്. അപ്പോൾ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഇങ്ങനെ പൂജയിൽ പങ്കെടുക്കാനും. ഇതിലൊരു ക്യാരക്ടർ വിളിച്ചിട്ടുണ്ട്, അതിനും ഒരുപാട് സന്തോഷമുണ്ട്. കമൻസിന്റെ കാര്യം അത് നമുക്കൊന്നും നിർത്താൻ പറ്റില്ല എൻ്റെ ശരിച്ചേട്ടാ. അതവരിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. നമ്മളത് ശ്രദ്ധിച്ച് വിഷമിക്കാൻ പോയാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ കമന്റ്സ് ഇടുന്നവർക്ക് വേണ്ടി വിഷമിച്ച് ജീവിക്കാനല്ല നമ്മള് ഭൂമിയിൽ ജനിച്ചതും ഇത്രയും കഷ്ടപ്പെടുന്നതും യുദ്ധം ചെയ്യുന്നതും ഈ വീട്ടിൽ സർക്കസ്, പുറത്ത് സർക്കസ്, ഇതൊക്കെ നടക്കുന്നതും. അപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഫൈറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ പഠിപ്പിക്കാൻ, മാതാപിതാക്കളെ നോക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, സ്വന്തം കാര്യം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നോക്കാൻ വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അവരും അങ്ങനെ തന്നെയാണ്. അവരിപ്പോ ഇത് കൊണ്ടുപോയിട്ട് നമ്മളെ ഇവിടുന്ന് പറഞ്ഞതും നമ്മളെ കണ്ടതും നമ്മൾ ചിരിച്ചതും നമ്മളെ ആംഗ്യങ്ങളും ഒക്കെ അവര് ഇടുന്നത് അവരുടെ കുടുംബം കൂടി കഴിയാനാണ്. പക്ഷെ കമന്റ് ഇടുന്നവർക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ. എന്തായാലും ഈ ഇടുന്ന ആൾക്കാർക്ക് ഇതിപ്പോ പുറത്തിടുന്ന കുട്ടികൾക്ക് അതിന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. പിന്നെ റീൽസ് ഇട്ട് അതിന് നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും. പക്ഷെ കമന്റ്സ് ഇടുന്നവർക്ക് ശമ്പളം ഇല്ല കേട്ടോ. അത് പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഈ ശമ്പളം ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഇത്രയും കമന്റ്സ് ഇട്ട് സമയം കളയണത്? ആ നേരം കൊണ്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവരെ പ്രാക്ക് കിട്ടാതിരിക്കും. ഒരു കുടുംബത്തിന്റെ മൊത്തം കണ്ണീരാണ് നിങ്ങൾക്ക് ശാപമായിട്ട് വരുന്നത് കമന്റ്സ് ഇടുന്നവർക്ക്. മറ്റുള്ളവരെ ശാപം മേടിക്കാതെ നോക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരും പലതും വന്ന് വെച്ച് വിളമ്പാറുണ്ട് മറ്റുള്ളവരെ പറ്റി. അതൊക്കെ സത്യമാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നിങ്ങളോട് ഒരാൾ പറയുന്നു, അയാളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ട് പലരെയും പലതും പറയാറുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വ്യക്തിവൈരാഗ്യം സോഷ്യൽ മീഡിയയിലൂടെയല്ല വിളമ്പുന്നത്. എന്ത് ചെയ്താലും എന്ത് കേട്ടാലും സത്യം എല്ലാവർക്കും അറിയാൻ പറ്റും ഇല്ലേ? ഒരാളെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ആ സത്യം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല, ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം.